പരിപ്പും പാലക്കും കൂടി ചേർന്നിട്ടുള്ള നല്ലൊരു പാലക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നിവിടെ കാണിക്കുന്നത്. തേങ്ങ എല്ലാം അരച്ച് ചേർത്തിട്ട് നല്ല ടേസ്റ്റോട് കൂടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പാലക്കിൻ്റെ റെസിപ്പിയാണ്. പാലക്കിൻ്റെ ഇല നല്ല പോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നല്ല പോലെ ചെറുതാക്കിയിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. നല്ല പോലെ ചെറുതാക്കി അരിഞ്ഞെടുത്തതാണിത്. ഇനി അതിലേക്ക് ആവശ്യമായത് ഒരു വലിയ ഉള്ളി, ഒരു തക്കാളി, 4-5 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത്, ഒരു 4 വെളുത്തുള്ളി അല്ലി അങ്ങനെ തന്നെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പരിപ്പ് 1/2 കപ്പ് പരിപ്പ് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. പരിപ്പ് ഈ കളറുള്ളതോ അല്ലെങ്കിൽ യെല്ലോ കളറിൽ വരുന്നുണ്ട്, കുറച്ച് കട്ടിക്കുള്ളത്, ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതെല്ലാം കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഇടുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ അടുത്ത് ചെറിയ ഉള്ളി ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് വലിയ ഉള്ളി ഇട്ട് കൊടുത്തത്. ഒത്തിരി വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഒത്തിരി അങ്ങ് പൊങ്ങി നിൽക്കുന്നുണ്ടെങ്കിലും വെന്ത് കഴിഞ്ഞാൽ ഇതെല്ലാം താഴോട്ട് പോകും. അപ്പോൾ ഒത്തിരി വെള്ളം ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കരുത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു വിസിൽ വരാനായിട്ട് സ്റ്റവിൽ വയ്ക്കാം. ഒരു വിസിലെല്ലാം വരുമ്പോഴത്തേനും ഒന്ന് റെഡിയായി കിട്ടും. ഒരു വിസിൽ വന്നതിന് ശേഷം ഞാൻ തുറന്ന് നോക്കുമ്പോൾ അത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുക. തേങ്ങയും ജീരകവും കൂടി ചേർത്തിട്ടാണ് അരച്ചിട്ടുള്ളത്. ചെറിയ ഉള്ളിയും കൂടി ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കണം. ഇതെല്ലാം കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങ ചേർത്തതിന് ശേഷം ഒത്തിരി അങ്ങോട്ട് തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഒന്ന് തിളച്ച് വന്നാൽ മതി. അത്യാവശ്യം നല്ല പോലെ കറി ഒന്ന് കുറുകിയിരിക്കണം. ഒത്തിരി അങ്ങോട്ട് ലൂസായി കഴിഞ്ഞാൽ കറിക്ക് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ ഇത് കറി നല്ല പോലെ കുറുകിയിരിക്കുന്നുണ്ട്. ഈ സമയത്ത് ഉപ്പെല്ലാം ഇട്ട് കൊടുക്കാം. ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കറിയിലേക്ക് വറവിട്ട് കൊടുത്തിട്ടുണ്ട്. ഉണക്കമുളകും കറിവേപ്പിലയും കടുകും കൂടി ഇട്ടിട്ടാണ് വറവിട്ട് കൊടുത്തിട്ടുള്ളത്. നല്ല പോലെ മിക്സ് ചെയ്തിട്ട് പാത്രത്തിലേക്ക് വിളമ്പിയെടുക്കുക. നല്ല ടേസ്റ്റുള്ള ഒരു പാലക്കിൻ്റെ റെസിപ്പിയാണിത്. എല്ലാവരും മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തേങ്ങ എല്ലാം അരച്ച് ചേർത്തുണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് വരുന്നത്. ചോറിലേക്കും ചപ്പാത്തിലേക്കും കുബൂസിലേക്കൊക്കെ മാച്ചായിട്ടുള്ള ഒരു കറിയാണിത്. ഇനിയിപ്പോൾ തേങ്ങ അരച്ച് ചേർക്കുന്നില്ലെങ്കിൽ പരിപ്പിൻ്റെ അളവ് കൂട്ടി കൊടുത്തിട്ട് കറി ഉണ്ടാക്കാം. നല്ല പോലെ ഇതേപോലെ തിക്കാക്കിയിട്ട് തന്നെ കറി ഉണ്ടാക്കിയെടുക്കണം, എങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഒത്തിരി അങ്ങോട്ട് വെള്ളം ഒഴിച്ചിട്ട് ലൂസായി കഴിഞ്ഞാൽ കറിക്ക് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ ആദ്യം പാലക്കിൻ്റെ ഇലയൊക്കെ വേവിക്കണ ആ സമയത്ത് തന്നെ കുക്കറിൽ വെക്കുമ്പോൾ അധികം വെള്ളം ഒഴിച്ചു കൊടുക്കാതെ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തന്നെ വേവിച്ചെടുക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം.